ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർക്ക് അന്ത്യം. ലെബനനിൽ യുദ്ധം കത്തുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന മുതിർന്ന സൈനികനെ പുറത്താക്കി. തെക്കൻ ലെബനനിലെ ദെയ്ർ സഹ്റാനി പ്രദേശത്ത് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള കമാൻഡർ അബു ഹസൻ അല അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദി ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹിസ്ബുള്ളയുടെ ബദർ യൂണിറ്റിലെ ഒരു പ്രധാന കമാൻഡറായി അല സേവനമനുഷ്ഠിച്ചു. കൂടാതെ മേഖലയിലെ IDF സൈനികർക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ സജീവമായി പങ്കാളിയായിരുന്നു. തെക്കൻ ലെബനനിലെ അൻസാർ പ്രദേശത്തുള്ള ഹിസ്ബുള്ള സൈനിക ആസ്ഥാനത്തിന് നേരെ വാരാന്ത്യത്തിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ എന്ന് പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ബറ്റാലിയൻ കമാൻഡറായ അലി സമീർ അൽ ഹാജ് ഹസൻ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 3 IDF സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതിന് പ്രതികാരമായാണ് വാരാന്ത്യത്തിൽ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിനുള്ള നേരിട്ടുള്ള പ്രതികാരമായി 2 വ്യോമാക്രമണങ്ങളും നടത്തിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അൻസാർ കേന്ദ്ര ആക്രമണത്തിൽ സൈനികരല്ലാത്തവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആക്രമണം നടക്കുമ്പോൾ ഹസന്റെ കുടുംബാംഗങ്ങൾ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് സൈന്യത്തിന് അറിയില്ലായിരുന്നുവെന്നും IDFും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും പറഞ്ഞു. ഭീകരൻ തന്റെ കുടുംബത്തെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിച്ച് സൈനിക ആസ്ഥാനത്തിനുള്ളിൽ അവരോടൊപ്പം ഒളിച്ചിരുന്നു. സൈന്യം ഉദ്ധരിച്ച പ്രസ്താവനയിൽ ദി ജെറുസലേം പോസ്റ്റ് പറഞ്ഞു. ഇസ്രായേൽ പോരാളികളല്ലാത്തവരെ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കാൻ ഹിസ്ബുള്ള മനഃപൂർവ്വം സാധാരണക്കാരെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നുവെന്ന് ഊന്നി പറഞ്ഞു. ഞായറാഴ്ച ഒന്നിലധികം മേഖലകളിലായി നടന്ന നിരവധി പ്രതിരോധ പരിഷ്കാരങ്ങളുടെയും സുരക്ഷാ പ്രവർത്തനങ്ങളുടെയും ഇടയിലാണ് ഉയർന്ന നിലവാരമുള്ള പ്രത്യാക്രമണങ്ങൾ നടക്കുന്നത്. ഗാസ തീരപ്രദേശത്ത് ഇരുമ്പ് മതിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രൂപകൽപ്പന ചെയ്ത തീരദേശ പ്രതിരോധ ചട്ടക്കൂട് നടപ്പിലാക്കുന്നതായി ഇസ്രായേൽ നാവികസേന പ്രഖ്യാപിച്ചു. ഹമാസ് പ്രവർത്തകർ ലോടെക് കപ്പലുകൾ ഉപയോഗിച്ച് സമുദ്ര ആക്രമണ ശേഷി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് മറുപടിയായാണ് ഈ തന്ത്രം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാരും പ്രാദേശവാസികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെയും പ്രാദേശിക ഏറ്റുമുട്ടലുകളെയും തുടർന്ന് കുസ്ര ഗ്രാമത്തിനടുത്തുള്ള 2 അനധികൃത ഔട്ട് പോസ്റ്റുകൾ ഇസ്രായേൽ സുരക്ഷാ സേന പൊളിച്ചു മാറ്റി. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷം ഗുരുതരമായി ഉയർന്നിരിക്കുന്നു. ലെബനനിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു മേഖലയിലും ഒരു അക്കൗണ്ടും തുറന്നിരിക്കില്ല. നമ്മുടെ സൈനികരെയും പൗരന്മാരെയും ദ്രോഹിക്കുന്നവർക്കെതിരെ ഞങ്ങൾ പൂർണ്ണ ശക്തിയോടെ ആക്രമണം നടത്തുമെന്നും കാറ്റ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ലക്ഷ്യങ്ങളാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന സ്ഥലങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കാറ്റ്സിന്റെ പ്രസ്താവന. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.